AAC 10F കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറിയിൽപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്. നമുക്ക് തൊട്ട് മുമ്പ് നമ്മൾ കണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ സ്ഥാപനത്തിനകത്ത്, നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് നമ്മൾ നമ്മുടെ പേഷ്യൻസിനെ റെഫർ ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെ സ്പെഷ്യാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു റിട്ടേൺ ഗൈഡൻസ്, നേരത്തെ അത് കൃത്യമായിട്ട് പ്ലാൻഡ് ആയിരിക്കണം, ടൈം ലാഗ് വരരുത് എന്ന് പറഞ്ഞതിന് ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ AAC 10Fൽ വാട്ട് വി സേസ് അത് ഒരു റിട്ടേൺ ഗൈഡൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അവിടെ റിട്ടേൺ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും വ്യത്യസ്തരായ ആൾക്കാർ വ്യത്യസ്തരായ ആറ്റിറ്റ്യൂഡിലാണ് ഇരിക്കുന്നത്. സോ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളുടെ അടുത്ത് വന്നാൽ ഞങ്ങളത് പതുക്കെ നോക്കിക്കോളാം എന്നൊരു ആറ്റിറ്റ്യൂഡൊക്കെ അവിടെ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. പറ്റില്ല, കാരണം പേഷ്യൻ്റെ ലൈഫാണ്. സോ അവിടെ കൃത്യമായും ഈ ഒരു റെഫറൽ ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ നമുക്ക് ടേക്ക് ഓവർ ആയിരിക്കാം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു പുതിയൊരു കാര്യം, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡിസൈഡ് ചെയ്യണം, ആ ഡോക്ടറുടെ റെഫറൻസ് വേണമെന്നതിനായിരിക്കാം. അങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, റെഫർ ചെയ്യുമ്പോൾ അതിനകത്ത് റീസൺ മെൻഷൻ ചെയ്ത ഒരു ഡോക്യുമെൻ്റ് കീപ്പ് ചെയ്തുകൊണ്ട് അയക്കാൻ. എന്തിനു വേണ്ടി അയച്ചു അത് ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം. അതിൽ ഇമ്മീഡിയറ്റ് ആണോ, അർജൻ്റ് ആണോ, ഓർ റുട്ടീൻ അല്ലെങ്കിൽ പ്രിയോറിറ്റി, ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റൻഷൻ വേണ്ടുന്നതാകാം, അർജൻറ്റ് തൊട്ട് അല്പം ലൈറ്റ് ആകാം, ഓർ പ്രിയോറിറ്റി പേഷ്യൻ്റ് ആണ് അല്ലെങ്കിൽ റുട്ടീൻ പേഷ്യൻ്റ് ആണ്. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റിയാൽ, എന്നിട്ട് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ എത്ര സമയത്തിനകം ആക്ഷൻ എടുത്തിരിക്കണം എന്നത് ഒരു റിട്ടേൺ ഗൈഡൻസ് ഉണ്ടാവണം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സ്പെഷ്യാലിറ്റിയും അത് ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഈ ഒരു റെഫറൻസ് നമ്മൾ അർജൻറ്റ് എന്ന് മാർക്ക് ചെയ്താൽ ഇത്ര സമയത്തിനകം ഈ പേഷ്യൻ്റ് അറ്റൻഡ് ചെയ്യപ്പെടുമെന്ന്. അപ്പം ടൈം ഫ്രെയിമുള്ള ഗൈഡൻസ് ഡോക്യുമെൻ്റായിട്ട് സൂക്ഷിക്കണം. ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ പുതിയൊരാൾ വന്നാലും ഒരു അർജൻറ്റ് കേസ് വന്നു, അല്ലെങ്കിൽ പ്രിയോറിറ്റി കേസ് വന്നു, റുട്ടീൻ കേസ് വന്നു, ഞാൻ എത്ര സമയത്തിനകമാണ് ഇത് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് അവിടെ ഗൈഡൻസ് ഉണ്ട്. പിന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കണ്ട, ഈഗോസ് അവിടെ വർക്കൗട്ട് ആകില്ല. പലപ്പോഴും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞാൻ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയച്ചിട്ട് എന്തുകൊണ്ടാണ് കെയർ ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഈഗോ വർക്കൗട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വളരെ കൃത്യമായിട്ട് AAC 10F പറയുന്നു, റെഫറൽ ഓഫ് പേഷ്യൻ്റ് ടു അതർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ സ്പെഷ്യാലിറ്റീസ് ഫോളോ റിട്ടേൺ ഗൈഡൻസ്. അവിടെ ഒരു സ്റ്റാറൊക്കെ ഉണ്ട്, അത് റിട്ടേൺ ഗൈഡൻസ് എന്നതിനെ സ്പെസിഫൈ ചെയ്യുന്നതാണ്. സോ നമുക്ക് അത്തരത്തിൽ അർജൻസിയെ മെൻഷൻ ചെയ്യാൻ കഴിയണം, അർജൻസിക്ക് അനുസരിച്ച് എത്ര സമയത്തിനകം അറ്റൻഡ് ചെയ്യണമെന്ന് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലിനിക്കൽ ബെറ്റർ ഔട്ട്കമ്മിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡിനകത്ത് ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റ് പ്രത്യേകമായും ഫോക്കസ് ചെയ്യുന്നത്.